بسم الله الرحمن الرحيم. يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا إن الله لعن الكافرين وأعد لهم سعيرا خالدين فيها أبدا لا يجدون وليا ولا نصيرا يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1465 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 63 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. മിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലുകൻ നാസു അനിസ്സാഅ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വമാ യുദ്രീക ലഅല്ല അസ്സാഅത തകൂനു ഖരീബാ إن الله لعن الكافرين وأعد لهم سعيرا خالدين فيها أبدا لا يجدون وليا ولا نصيرا يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 63 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 63 മുതൽ 68 വരെയുള്ള 1-2 ദിവസങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അഹ്സാബിന്റെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഈ ആയത്തില് സത്യനിഷേധികളായ മക്കയിലെ ആളുകൾ, മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെയായ ആളുകളും പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തില് വിശ്വാസപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും ഇടഞ്ഞു നിന്നിരുന്ന ഇവരെ പിന്തുണച്ചിരുന്ന ആളുകൾ, മദീനയിലുള്ളവരും നിരന്തരമായി പരിഹാസരൂപേണ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. സാധാരണ ഒരു യുദ്ധമുഖത്ത് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പിന്നെ എന്തെങ്കിലൊക്കെ ഒരു ഒരു നമ്മൾ സാധാരണ ഏറ്റുമുട്ടലിൽ തോൽക്കുമ്പോ ചില അടിസ്ഥാനരഹിതമായ ചില ന്യായങ്ങളൊക്കെ ഉന്നയിച്ച് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ആളുകൾ പിന്തുടരാറുണ്ട്. അവിടൊക്കെ സമാനത തോന്നുന്ന ഒരു സംസാരമാണിത്. എന്നാൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ അറിവ് നേടുന്നതിനോ കാര്യം മനസ്സിലാക്കുന്നതിനോ ഒന്നും വേണ്ടിയല്ല. ഉത്തരം പറയാൻ ബാധ്യസ്ഥതയുള്ള പൊസിഷനിൽ നിൽക്കുന്ന ആളെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് എന്നത് ആ സന്ദർഭത്തിൽ നിന്നും ചോദ്യത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ
ആയത്തിന്റെ തൊട്ടും ഈ ആയത്തുകളുടെ തൊട്ടും മുമ്പായിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കപടവാസികളെയും രോഗബാധയുള്ള ഹൃദയമുള്ള ആളുകളെയും അതുപോലെ മദീനയില് ഊഹാപോഹങ്ങൾ പരത്തി പല പ്രോപ്പഗണ്ടകളിലും ഏർപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും ഒക്കെ വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. അവർ ഈ ഏർപ്പാട് ഈ കപടവിശ്വാസികളും അതുപോലെ രോഗാതുരമായ ഹൃദയമുള്ള ഈ വിശ്വാസ വൈകല്യങ്ങളും ഒക്കെയുള്ള ആളുകൾ അതുപോലെ തെറ്റായ കാര്യങ്ങൾ അടിസ്ഥാനമായ രഹിതമായ കാര്യങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും അവർ ഏർപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ അത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കെതിരിൽ ശക്തമായ നടപടി എടുക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച് തിരിച്ചുവിടും എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അങ്ങനെ ഒരു നിഷ്കർഷമായ നിർദ്ദേശം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് നൽകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മദീനയിൽ അവർക്ക് പിടിച്ചുപറ്റി പോകാൻ കഴിയില്ല, നിലനിന്ന് പോകാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെയും അനുയായികളുടെയും അയൽവാസികളായിക്കൊണ്ട് മദീനയിൽ അങ്ങനെ നിന്ന് ഉറപ്പിച്ചു പോകാം എന്ന ഒരു ധാരണ അവര് വെച്ചു പുലർത്തേണ്ട, മദീനയിൽ നിന്ന് അവര് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടും. ഇതാണ് അള്ളാഹു ഒരു താക്കീതിന്റെ സ്വരത്തിൽ അവരോട് പറയുകയുണ്ടായത്. മൽഊനീനാണ് അവർ, ശാപം ഏറ്റുവാങ്ങുന്നവരാണ്. നാനാഭാഗത്തുനിന്നുമായിട്ട് അള്ളാഹുവിന്റെ ശാപം അവരെ വലയം ചെയ്യുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടാവുക. എവിടെയാണ് അവരുള്ളതെങ്കിലും അവര് പിടികൂടപ്പെടുകയും അവരെ കൊന്നുകളയുകയും ചെയ്യുന്നതുമാണ് എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അവർ കൊല്ലപ്പെടും, അവരെ പിടികൂടുകയും ബന്ദികളായി തടവുകാരായി പിടികൂടപ്പെടും. അതുപോലെ അവരെ കാണുന്നിടത്ത് വെച്ച് അവരെ വകവരുത്തുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു അവരെ താക്കീത് ചെയ്യുന്ന കാര്യം. ഈ സാമൂഹ്യദ്രോഹികളായി സമൂഹത്തില് വലിയ അരാജകത്വം സൃഷ്ടിക്കുന്ന ഇത്തരം ആളുകളെ ഈ വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നതാണ് അള്ളാഹുവിന്റെ പണ്ട് മുതലേ ഉള്ള ചര്യ, അള്ളാഹുവിന്റെ സുന്നത്ത്. വിശേഷിച്ച് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഘട്ടങ്ങളിൽ അത്തരം എലിമെന്റ്സിന് വളരെ ബുദ്ധിപരമായ തലത്തിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അള്ളാഹുവിന്റെ മാർഗം അവർക്ക് വിശദമാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും ഏറ്റവും നല്ല അടിത്തറയിൽ, ഏറ്റവും ധാർമ്മിക മൂല്യങ്ങളുടെ, ഏറ്റവും ഉന്നതമായ ആ മൂല്യങ്ങളുടെ അടിത്തറയിൽ ഒരു സമൂഹത്തിനെ പുനരാവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തില് യാതൊരു ബുദ്ധിപരമായ അടിത്തറയും ഇല്ലാതെ അതിനെ എതിർക്കുകയും പരിഹസിക്കുകയും യുദ്ധത്തിന് അതിനെതിരിൽ രംഗത്ത് വരികയൊക്കെ ചെയ്യുന്ന ഈ ആളുകൾ അവർക്ക് വിജയം നേടാൻ കഴിയാതെ വരുമ്പോ പിന്നെ പല വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിലും സമൂഹത്തില് വലിയ അരക്ഷിതാവസ്ഥയും അരാജകത്വവും ഒക്കെ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ രീതി. അത്തരം ആളുകൾക്ക് വേണ്ട അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള, വ്യക്തമാവാനുള്ള അവസരം, ബുദ്ധിപരമായി കാര്യങ്ങൾ വിശദമാക്കപ്പെടുന്ന അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനു പുറമെ ആയുധങ്ങൾ കൊണ്ട് അവരെ നേരിടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും പാഠം പഠിക്കാതെ ധിക്കാരപരമായ പ്രവർത്തനങ്ങളിലാണ് ഈ സാമൂഹ്യദ്രോഹികളായിട്ട് ഈ ആളുകൾ കഴിയുന്നതെങ്കിൽ അവർക്കെതിരിൽ തീർച്ചയായിട്ടും ശക്തമായ നടപടി സ്വീകരിക്കാൻ അള്ളാഹു തന്റെ പ്രവാചകന് നിർദ്ദേശം നൽകും എന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ മുഖ്യമായിട്ട് നമ്മൾ കാണുകയുണ്ടായത്. അള്ളാഹുവിന്റെ നടപടി പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ എന്നുകൂടി അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെ തുടർന്ന് മറ്റൊരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത്. ഇവിടെ അത് നേരത്തെ നടന്നു വന്നിരുന്ന ആ ചർച്ചയുമായി, ആ വിഷയവുമായി ബന്ധമുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് അതിനോട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ
ഈ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമാവും. ഞാൻ ഈ ആയത്തുകളുടെ പ്രാഥമികമായ സാരം നിങ്ങളുമായി ആദ്യം പങ്കുവെക്കാം. യസ് അലുഖന്നാസു, പ്രവാചകരെ താങ്കളോട് ജനങ്ങൾ ചോദിക്കുന്നു, അനിസാഴത്തി, അന്ത്യസമയത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് സമയത്തിനെ കുറിച്ച്. സാഴത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തെ മനുഷ്യരുടെ ജീവിതം അവസാനിക്കുകയും അവരെ എല്ലാവരെയും അള്ളാഹു പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് തന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്യുന്ന ഒരു നാളിനെ പരാമർശിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മളെ കാലഘട്ടത്തില് മണിക്കൂർ, സമയം, ക്ലോക്ക് എന്നൊക്കെയുള്ള അർത്ഥത്തില് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഈ സാഴത്ത് എന്ന പ്രയോഗം ഈ ഗ്രേറ്റ് ഷിഫ്റ്റ് ഉണ്ടാവുന്ന ആ സമയത്ത് പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. സാഴത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യസമയം, അല്ലെങ്കിൽ അന്ത്യനാൾ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ, വിചാരണ ദിവസം, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തില് അത് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അത് എന്തായാലും ഈ ഭൗതിക ലോകത്തെ മനുഷ്യന്റെ ജീവിതം അള്ളാഹു എല്ലാവരുടെയും കാര്യത്തിൽ പൂർണ്ണമായി അവസാനിപ്പിച്ച് അവരെ എല്ലാവരെയും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് തന്റെ മുന്നിൽ വിചാരണക്ക് ഹാജരാക്കുകയും അവരുടെ കാര്യത്തില് രക്ഷാശിക്ഷകളുടെ വിധി തീർപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ആ നാളിനെയാണ് സാഴത്ത് കൊണ്ട് പരാമർശിക്കപ്പെടുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ആളുകള് ചോദിക്കുകയാണ്, ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന, അവരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മരണശേഷം അവരെല്ലാവരും പുനരുജ്ജീവിപ്പിക്കപ്പെടും, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് ഹാജരാക്കപ്പെടും. അതിനെ തുടർന്ന് അവർക്ക് ഉഖ്റവിയായ പാരത്രിക ലോകവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം തുടങ്ങാനിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വിഷയമാണിത്. അപ്പൊ അത് സംബന്ധമായിട്ട് ഇവര് ജനങ്ങൾ ചോദിക്കുകയാണ്, യസ്അലൂനക അനിസ്സാ, അന്ത്യസമയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പുനരുത്ഥാന നാളിനെ കുറിച്ച് അവര് പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നു. അതിനുള്ള മറുപടി എന്താ നൽകാൻ പറയുന്നത്? ഖുൽ, ഇങ്ങനെ അവരോട് പറഞ്ഞേക്കുക. ഇതാണ് അവർക്ക് നൽകപ്പെടേണ്ട മറുപടി. പ്രവാചകരെ ഇങ്ങനെ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, ഈ അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. ഇവരെ ചോദ്യം അന്ത്യനാളിനെ കുറിച്ച് അവർ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഈ അന്ത്യനാൾ ഉണ്ടാവുക എന്നതാണ് അതിന്റെ മുഖ്യമായ മർമ്മം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കാലമായി, കുറെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു അന്ത്യനാള് വരാനുണ്ട്, പുനരുജ്ജീവിപ്പിക്കപ്പെടും, വിചാരണ ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കുറെ കാലമായല്ലോ ഇത് പറയുന്നത്. ഇത് എന്നാണ്, അതിന്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, എന്നാണ് അത് ഉണ്ടാവുക എന്നൊക്കെയുള്ള നിലക്കാണ്. അതിലൊട്ടും വിശ്വാസമില്ലാത്ത ആളുകളായിക്കൊണ്ട് ആ കാര്യം പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയിലാണ് അവരുടെ ഈ ചോദ്യം. അപ്പോ അത് ആ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാവും. അപ്പൊ അതിനുള്ള മറുപടിയായിട്ട് പറയാൻ വേണ്ടി അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, സാഴത്ത് ഉണ്ട് എന്നതും അത് നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നതും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോ അത് എപ്പോഴാണ് എന്നതാണ് നിങ്ങളുടെ ചോദ്യം. അപ്പൊ അള്ളാഹുവിന് നൽകുന്ന മറുപടി, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, നിശ്ചയമായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്, വേറെ ആർക്കും അത് അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അമ്മാ യുദ്രീക, എന്താണ് നിനക്ക് അറിവുള്ളത്, നീ എന്താണ് കരുതുന്നത്? ലഅല്ല സാഅത തകൂനു ഖരീബ, ഒരു പക്ഷേ ഈ സാഴത്ത്, ഈ അന്ത്യനാൾ, അന്ത്യസമയം അത് വളരെ അടുത്ത് തന്നെ ആയിരിക്കാം, അത് വളരെ അടുത്ത് തന്നെ ആയിരിക്കാം. നിനക്ക് എന്ത് തോന്നുന്നു, നീ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഇത് അവരോട് പറയാനുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന ആ വാചകത്തിന്റെ തുടർച്ചയായിട്ട് അഭിസംബോധന ചെയ്യപ്പെടുന്ന അനുവാചകരോടായി അള്ളാഹു ഉന്നയിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇത് വരുന്നത്. വമാ യുദ്രീക, എന്താണ് നീ കരുതുന്നത്, നിനക്കെന്താണ് മനസ്സിലായത്? ലഅല്ല സാഅത തകൂനു ഖരീബ, ഒരു പക്ഷേ ഈ സാഴത്ത് വളരെ സമീപസ്ഥമാവാം. നിനക്കതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ, അതാർക്കും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലല്ലോ. അതുണ്ടാകും എന്നത് തീർച്ചയാണ്. അത്
ഉണ്ടാകും എന്നത് തീർച്ചയാണ് എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് കൃത്യമായ എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന കാര്യത്തിലൊന്നും ആർക്കും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതേക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. ഒരു പക്ഷേ അത് വളരെ സമീപസ്ഥവുമാകാം. ഒരു പക്ഷേ സമീപസ്ഥവുമാവാം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കാര്യത്തിൽ ആപേക്ഷികമായ ഒരു സംഗതിയാണ്. ഇനിയും എത്രയോ തലമുറകൾ ഭൂമുഖത്ത് ജനിക്കാനുണ്ടാവും. അപ്പോ ഈ പിന്നിട്ട തലമുറകളെ സംബന്ധിച്ചിടത്തോളവും അവരെ അള്ളാഹു തിരിച്ചു വിളിച്ചതിന് ശേഷം, അവരെ മരിപ്പിച്ചതിന് ശേഷം, പിന്നീട് ഈ സാഴത്ത് സംഭവിക്കുന്ന സമയമാവുമ്പോഴേക്ക് അവർക്കത് വളരെ ആകസ്മികമായിട്ടേ തോന്നാനിടയുള്ളൂ. ഒരുപാട് കാലമൊന്നും ഈ ബർസഖില് അല്ലെങ്കിൽ അവരുടെ ഖബറിലെ ജീവിതത്തില് കഴിഞ്ഞുകൂടി എന്ന് അവർക്കാർക്കും തോന്നൂല. ഞാന് ഉറങ്ങിക്കിടന്നതായിരുന്നു, ആരാണ് എന്നെ എണീപ്പിച്ചു കളഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും ഉറക്കമുണർന്ന് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ പറയുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നുണ്ട്. മംബഅസന മിൻ മർഖദിന ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ എന്ന ഈ ഒരു സൂറത്ത് യാസീനിലെ ആ വാചകം വെളിപ്പെടുത്തുന്ന കാര്യം അതാണ്. അപ്പൊ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും അത് വളരെ സമീപസ്ഥമാവാം. ഈ നമുക്ക് സൈക്കോളജിക്കലായിട്ട് അനുഭവപ്പെടുന്ന സമയമാണല്ലോ സമയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ. വേറൊരു കൂട്ടർക്ക് വളരെ ദീർഘമായ ഒരു കാലമാവാം അത്, കാരണം അവർ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത് അള്ളാഹു പറയുന്നത് ഇത് വളരെ സുനിശ്ചിതമായ ഒരു സംഗതിയാണ്. അത് എപ്പോ സംഭവിക്കും എന്ന കാര്യം അള്ളാഹു ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ അത് വളരെ സമീപസ്ഥമായിട്ട് വളരെ അടുത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാവാം. ഇത് ഓരോരുത്തർക്കും എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം പോലെയാണ് ഉണ്ടാവുക. സമയം എന്നത് തന്നെ വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണല്ലോ. വളരെ വിസ്മയകരമായ, മനുഷ്യനെ എല്ലാ കാലത്തും കാര്യങ്ങളെക്കുറിച്ച് വളരെ മൗലികമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണ് സമയം എന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളിലൊക്കെ തന്നെ സമയത്തെക്കുറിച്ച് ഉള്ള മനുഷ്യന്റെ ദൈക്ഷണികമായ ഒരു വിലയിരുത്തലും ആലോചനയും ഒക്കെ പങ്കുവെക്കുന്നത് കാണാൻ കഴിയും. വലിയ ആഴത്തില് തന്നെ വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ച നിലക്കുള്ള പല കാര്യങ്ങളുമാണ് ബഷീർ അദ്ദേഹത്തിന്റെ നോവലുകളിൽ പങ്കുവെക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു അതേക്കുറിച്ച് പറയുന്നത് സാഴത്തിനെ കുറിച്ച് അള്ളാഹു മാത്രമാണ് കൃത്യമായ അറിവുള്ളവൻ. അവൻ അതാർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. നീ എന്താണ് കരുതുന്നത്? ഒരുപക്ഷെ അത് വളരെ അടുത്ത് തന്നെ ആകാമല്ലോ എന്നാണ്. എന്നിട്ട് കാര്യങ്ങൾ എന്ത് പരിണിതിയാണ് ഓരോന്നിനും ഉണ്ടാവുക എന്നതാണ് ഈ എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നതിനേക്കാൾ പ്രധാനമായത്. അതുകൊണ്ടാണ് ആ നിലക്കാണ് അള്ളാഹു തുടർന്നുള്ള വിവരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വ അഅദ്ദ ലഹും സഈറ. നിശ്ചയമായിട്ടും അള്ളാഹു നിഷേധികളെ, സത്യം മൂടിവെച്ച സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവർക്കായിട്ട് കത്തിയെരിയുന്ന നരകം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. വഅദ്ദ ലഹും സഈറ. കരിച്ചു കളയുന്ന നരകത്തിനെ പരാമർശിക്കുന്ന ഒരു വാക്കാണ് സഈർ എന്നത്. അത് അവർക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ സാഴത്ത് എപ്പോ സംഭവിച്ചാൽ പോലും കൂട്ടരെ നിങ്ങൾക്ക് അതൊന്നും ഗുണകരമാവാൻ പോകുന്നില്ല. കാരണം നിഷേധികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവർക്കായിട്ട് കത്തി എരിയുന്ന അല്ലെങ്കിൽ കരിച്ചു കളയുന്ന നരകം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെയായി വൈകിപ്പോയി എന്നതൊന്നും അവരെ വല്ലാതെ ആശ്വസിപ്പിക്കേണ്ട ഒരു കാര്യമേ അല്ല. അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല ആശ്വാസം എന്ന് പറയാൻ, അല്ലെങ്കിൽ അതിപ്പോ ഉടനെ ഉണ്ടായി അത് വലിയ ഗതികേടായി പോയി എന്നൊന്നും പറയുന്ന വിധത്തിലുള്ള ഒരു ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല. കാരണം അത് എപ്പോ സംഭവിക്കുകയാണെങ്കിലും കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണത്. കാരണം അള്ളാഹു തീർച്ചയായിട്ടും നിഷേധികളെ ശപിച്ചിട്ടുണ്ട്. അവർക്കായിട്ട് കരിച്ചു കളയുന്ന നരകം ഒരുക്കി വെച്ചിട്ടുമുണ്ട്. ഖാലിദീന ഫീഹ അബദ. അവർക്ക് എന്നെന്നും കഴിയാനുള്ളത് അവിടെയാണ്.
ആ നരകത്തിലാണ് അവര് നിത്യമായി വസിക്കാനുള്ളത്. ഖാലിദീന ഫീഹ അബദ, എന്നേക്കുമായിട്ട് അവർക്കുള്ള വാസം അവിടെയാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ലാ യജിദൂന വലിയം വലാ നസീറ, ആ നരക അനുഭവത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. അവർക്ക് അവിടെ സാന്ത്വനിപ്പിക്കാനുള്ള ഒരു കൂട്ടോ സഹായിക്കാനുള്ള ഒരു കൈത്താങ്ങോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഒരു സംരക്ഷകൻ അവിടെ ഇല്ല, ഒരു സഹായിയും ഇല്ല. ഒരു സഹായിയും ഒരു സംരക്ഷകനും ഇല്ലാത്ത അവസ്ഥയിലാണ് ആ നരകത്തിൽ അവർ നിത്യവാസം അനുഭവിക്കാൻ പോകുന്നത്. ഖാലിദീന ഫീഹ അബദ ലാ യജിദൂന വലിയം വലാ നസീറ, ഒരു രക്ഷാധികാരി അല്ലെങ്കിൽ അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ഒരാളും അവിടെ ഉണ്ടാവില്ല. അതുപോലെ വലാ നസീറ, സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വരാനും ആരും ഉണ്ടാവില്ല. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ എങ്ങനെ മറിച്ചിടപ്പെടുമ്പോ, മുഖമാണ് ഈ നരകാനുഭവം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ അതിലേറ്റവും പ്രകടമായ ഒരു അനുഭവമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുക. മുഖം കത്തി കരിഞ്ഞു പോകുന്ന, മുഖം വേണ്ട വിധത്തിൽ കരിയുന്നതിന് വേണ്ടി പല വശങ്ങളിലേക്കായി മറിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. അപ്പൊ യൗമ തുഖല്ലബു വുജൂഹുഹും, അവരുടെ മുഖങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മറിച്ചിടപ്പെടുന്ന ആ ദിവസം. ഫിന്നാർ, എവിടെയാണ് ഇത് മറിച്ചിടപ്പെടാൻ പോകുന്നത്? നരകത്തിലാണ്. നരകത്തീയില് അവരെ എറിയപ്പെടുമ്പോ അവരുടെ മുഖം എല്ലാ വിധത്തിലും എല്ലാ ഭാഗത്തും കത്തിക്കരിയുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുന്ന ആ ഘട്ടത്തിൽ യഖൂലൂൻ, അവര് പറയൽ ഇങ്ങനെ ആയിരിക്കും, യാ ലൈതന, എന്തൊരു കഷ്ടായിപ്പോയി, അതാഴന അല്ലാഹ വഅതാഴന റസൂല, നമ്മള് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അവര് വിലപിച്ചുകൊണ്ട് പറയാം. അവര് യാ ലൈതന എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് വിലാപം തുടങ്ങുന്നത്. കഷ്ടം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, എന്തൊരു ഭാഗ്യദോഷം എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോ നമ്മളെ റിഗ്രറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു എക്സ്പ്രഷനോ അട്ടറൻസോ ഒക്കെയാണത്. ഒരാള് വലിയ വിഷമം ഖേദം പ്രകടിപ്പിക്കുന്നതിന്റെ ഏറ്റവും പൂർണ്ണതയുള്ള അല്ലെങ്കിൽ ഏറ്റവും തീക്ഷ്ണമായ ഒരു സംസാര രീതി അതാണ്. നമ്മള് അള്ളാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, അവന്റെ ദൂതനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് വിലപിച്ചുകൊണ്ട് അവര് പറയുകയാണ്. അതിന് അവസരമില്ലേനി, അവസരം കഴിഞ്ഞു, അതിനുള്ള അവസരമൊക്കെ അവർ നഷ്ടപ്പെടുത്തി. അള്ളാഹുവിന്റെ ശാപകോപങ്ങള് അവര് തങ്ങളുടെ മേൽ അനിവാര്യമാക്കി തീർത്തു. അങ്ങനെയൊക്കെ ചെയ്യപ്പെട്ട് നരകത്തിലെത്തി അവരെ നരകത്തീയില് അവരുടെ മുഖങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടുമായി മറിച്ചിടപ്പെടുന്ന ഘട്ടത്തില് വിലപിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇതാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിരുന്നെങ്കിൽ, അവന്റെ ദൂതനെ അനുസരിക്കുന്നവരായിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വിലപിച്ചുകൊണ്ട് അവർ പറയും. വഖാലു, അവരിങ്ങനെ കൂടി പറയും, റബ്ബന ഇന്ന അതാഅന സാദതന വകുബ്രാഅന, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ നേതാക്കന്മാരെയും അതുപോലെ ഞങ്ങളിലെ പ്രമാണിമാരെയും ഒക്കെ ആണ് അനുസരിച്ചത്. ഞങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന യുക്തിഭദ്രമായ കാര്യങ്ങളുമായി അവരെ സമീപിച്ചപ്പോ അതിനു വേണ്ട വിധത്തിൽ ചെവിക്കൊടുക്കാൻ കൂട്ടാക്കാതെ ഞങ്ങള് എല്ലാ വിധേയത്വവും അനുസരണവും ഒക്കെ കൊടുത്തത് ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ പ്രമാണിമാരെ ഒക്കെയാണ്. അതുകൊണ്ട് അവര് പറയുന്നത്, റബ്ബന ഇന്ന അതാഅന സാദതന വകുബ്രാഅന, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ സാദത്ത് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാര്, കുബറ എന്ന് പറഞ്ഞാൽ വലിയവന്മാര്, പ്രമാണിമാര്, ഞങ്ങളുടെ സമൂഹത്തിലെ പ്രമാണിമാരെയും അതുപോലെ നേതാക്കന്മാരെയുമാണ് ഞങ്ങള് അനുസരിക്കുകയുണ്ടായത്. അപ്പോഴെന്താ ഉണ്ടായത്? അളല്ലൂന സബീല, അവര് ഞങ്ങളെ വഴിപഴപ്പിച്ച് കളഞ്ഞു.
ഞങ്ങളെ മാർഗം തെറ്റിച്ച് കളഞ്ഞു. ശരിയായ മാർഗത്തിൽ നിന്ന് അവര് ഞങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചു കളഞ്ഞു. ഇതാണ് അവര് ഒരു കൺഫെഷൻ എന്നുള്ള നിലക്ക് ഏറ്റുപറയുന്നത് ആ ഘട്ടത്തിൽ. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ അവസ്ഥയിൽ പെട്ടുപോകുമായിരുന്നില്ലല്ലോ എന്ന ഒരു വിലാപമാണ് അവർ അവിടെ തുടക്കത്തിൽ നടത്തിയത്. എന്നിട്ട് അവർ തിരിച്ചറിയുന്നതും ഏറ്റുപറയുന്നതും ഇങ്ങനെയാണ്: റബ്ബേ, ഞങ്ങള് നിന്നെയും നിന്റെ ദൂതനെയും അനുസരിക്കേണ്ടിയിരുന്നതിന് പകരം നാട്ടിലെ നേതാക്കന്മാരെയും പ്രമാണിമാരെയും അനുസരിച്ചു പോയി. ഇത് ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ കരുതും മക്കയിലെ കുഫാറുകളുടെയും മുശ്രിക്കുകളുടെയും മാത്രം ഒരു വിഷയമാണ് ഇത് എന്നത്. അങ്ങനെയല്ല. ഓരോ കാലഘട്ടത്തിലും ഈ അനുഭവം തുടരെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നവര് എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിനകത്ത് പോലും ഇങ്ങനെയുള്ള ഒരു വലിയ അബദ്ധം ചെയ്തു പോകുന്ന ആളുകളുണ്ട്. നേതാക്കന്മാരെ അനുസരിക്കുക, നാട്ടിലെ പ്രമാണിമാരെ അനുസരിക്കുക എന്നതാണ് ശരിയുടെ മാർഗം എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിന്റെ പ്രഭാഷണത്തില് പച്ചയായിട്ട് ഉസ്താദ് പറയുന്ന ഒരു കാര്യം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ സമസ്തയാണ്, സമസ്ത അല്ലാത്ത ഇസ്ലാമില്ല, ഇസ്ലാമിന്റെ തികവാർന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു സംഗതി അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. സമസ്തയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതുമല്ല. അതൊക്കെ ഒരു 100 കൊല്ലം മുമ്പുണ്ടായ ഒരു സംവിധാനമാണ്. അത് വേണ്ടെന്നോ വേണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ സമസ്തയെയോ വേറുള്ളതിനെയോ ഒരു സംഘടനയോ അല്ലെങ്കിൽ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് ഇതിനെ ഒന്നും അനുസരിക്കാനല്ല അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യന്റെ മുന്നിൽ വെച്ചിട്ടുള്ള സത്യമാർഗം എന്ന് പറയുന്നത് ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബുദ്ധിയും അതുപോലെ തന്നെ കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവൊക്കെ ഉള്ള ആർക്കും വായിച്ചും പഠിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണത്. അത് ഏതെങ്കിലും ഒരു മേലധികാരിക്ക് നമ്മളെ തല അങ്ങ് കീഴ്പ്പെടുത്തി കൊടുത്തിട്ട് അവര് പറയുന്ന പോലെയാണ് ഞങ്ങൾ ഉണ്ടാകുക എന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മക്കയിലെയും മദീനയിലെയും കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഈ സമീപകാലത്തുണ്ടായ സംഘടനാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത് എന്നോ ആവട്ടെ, ഇനിയിപ്പോ ഒരു 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണെന്നും വെക്കാം. ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം. അള്ളാഹുവും അവന്റെ ദൂതനും പഠിപ്പിച്ച സംഗതിയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ബാക്കിയുള്ളത് നമ്മൾ പരിശോധിച്ചുകൊണ്ട് ശരി തെറ്റുകൾ തീരുമാനിച്ച് വിശുദ്ധ ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ പരിശോധിച്ച് മാത്രം നിലപാടെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പകരം ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ മഠയന്മാരാവാനാണ് വെമ്പല് കൊള്ളുന്നത് എന്നത് കാണാൻ കഴിയും. ഹക്കാണ് ഏത് വിഷയത്തിലും പിന്തുടരപ്പെടേണ്ടത്. അതില് വേറെ ജാഹിലിയത്തൊന്നും കൊണ്ടുവരാൻ പാടില്ല. എത്ര നന്മ ഉദ്ദേശിച്ചുകൊണ്ട് സ്ഥാപിതമായ സംഘടനയായാലും സമൂഹമായാലും അല്ലെങ്കിൽ കൾട്ടായാലും മദ്ഹബായാലും ഇതൊന്നും തന്നെ കണ്ണടച്ച് നമുക്ക് പിൻപറ്റാനോ സ്വീകരിക്കാനോ പറ്റുന്ന ഒരു സംഗതിയേ അല്ല. മാറ്റുരച്ച് നോക്കണം. കണ്ണടച്ചിട്ട് സമസ്തയാണ് ശരി, അതങ്ങ് പിൻപറ്റിയാൽ മതി, എന്നാ നേരെ സ്വർഗത്തിലേക്ക് അങ്ങ് എത്തും എന്നൊന്നും ആരും പറയാൻ പാടില്ല, വിശ്വസിക്കാനും പാടില്ല, പ്രചരിപ്പിക്കാനും പാടില്ല. അത് മിതമായി പറഞ്ഞ തോന്നിയാസാണ് ആ ചെയ്യുന്നത്. അള്ളാഹിന്റെ ദീനിനെ തകിടം മറിക്കുന്ന, അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണത്. അദ്ദേഹം ഒരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ടാക്കിയതാവാം അങ്ങനെ പറയുന്നതിന്. കാര്യങ്ങൾ വെറുതെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട, കഷ്ടപ്പെടണ്ട, അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ആറ്റിക്കുറുക്കി പറഞ്ഞു തരികയാണെന്നുള്ള നിലക്കായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹു അത് പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ബുദ്ധി പണയം വെക്കാനോ പുഴുങ്ങി തിന്നാനോ വേണ്ടി നൽകപ്പെട്ടതല്ല. അള്ളാഹു ആ മനുഷ്യ ദിഷണയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹക്ക് കണ്ടെത്താൻ വേണ്ടി, അത് നമുക്കിപ്പോ കാര്യങ്ങൾ ഖുർആൻ പഠിപ്പിച്ച് തരികയോ വിശദീകരിച്ച് തരികയോ ചെയ്യുന്ന ആള് പറയുന്നതും അതേപടി വിഴുങ്ങാൻ വേണ്ടി അല്ല അള്ളാഹ് തന്നിട്ടുള്ളത്. നമുക്ക് ബുദ്ധി കാര്യങ്ങൾ വിലയിരുത്തണം. നമുക്ക് കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെടുന്നതാണ് പിന്തുടരേണ്ടത്. അപ്പോ ഇവിടെ അള്ളാഹു ഈ ആളുകൾ പറയുന്നതായിട്ട് നമ്മളെ കേൾപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ്: വഖാലു റബ്ബന
ഇന്ന അതാഴന സാദത്തന വകുബ്രാഅന ഫാളല്ലൂന സബീല എന്നാണ്. ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമാണിമാരെയും നാട്ടിലെ മേധാവിത്വവും സ്വാധീനമുള്ള ആളുകളെയുമാണ് പിൻപറ്റുകയുണ്ടായത്. ഈ നേതാക്കന്മാര് ആണോ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ, ഏറ്റവും ഹിദായത്ത് കിട്ടിയ ആളുകൾ അവരാണോ? പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ നാട്ടിലെ പ്രമാണിമാരായിട്ട് ബാക്കിയുള്ളവരുടെ മേൽ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ ഒക്കെ ഹുങ്ക് വെച്ചുകൊണ്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ പ്രമാണിമാര്. ഈ ആളുകൾ പറയുന്നതാണോ എപ്പോഴും ശരിയാവാറുള്ളത്? ആയിക്കൊള്ളുന്നില്ല, പലപ്പോഴും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോ എത്ര മൂഢമായ ഒരു തീരുമാനമാണ് ഈ ആളുകൾ എടുക്കുന്നത്. ഞങ്ങള് നാട്ടിലെ നേതാക്കന്മാരെയും പ്രമാണിമാരെയും ആണ് പിൻപറ്റുകയുണ്ടായത്, അവരെയാണ് അനുസരിക്കുകയുണ്ടായത്, അവര് ഞങ്ങളെ പഴപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹ് വല്ല പരിഗണനയും കൊടുക്കുവോ? ഒരു പരിഗണനയും ഉണ്ടാവില്ല. അതാണ് അള്ളാഹു കൂടെ വ്യക്തമാക്കുന്നത്. എന്നിട്ട് ഇവര് തുടർന്ന് പറയുന്നത് എന്താണ്? റബ്ബന ആത്തിഹിം ളിഅഫൈനി മിനൽ അദാബ്. പടച്ചോനെ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേന്ന്. അവര് സ്വയം വഴികേടിലായി എന്ന് മാത്രമല്ല ഞങ്ങളെയും കൂടി വഴിപഴപ്പിച്ചല്ലോ. അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണേ എന്നാണ് ഈ ആളുകൾ പറയാ. വലാനുഹും ലഅനൻ കബീറ. അവരെ നീ അതികഠിനമായി ശപിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ ആളുകൾ ആ ഘട്ടത്തിൽ വിളിച്ചു പറയാം. അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം, ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഞങ്ങളുടെ പ്രമാണിമാർക്കും. അങ്ങനെ ഏറ്റുവാങ്ങാൻ ഒരുപാട് ആളുകൾ എല്ലാ സമുദായത്തിലും ഉണ്ട്. ആളുകളുടെ ശാപം ഇരട്ടി ശിക്ഷ പടച്ചോനെ അവർക്ക് കൊടുക്കണേ എന്ന് പറയുന്ന വലിയ കോടിക്കണക്കിന് അനുയായികളെയുമായിട്ട് നടക്കുന്ന ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ കാണാൻ കഴിയും. യുക്തിയുടെയും ബുദ്ധിയുടെയും പടച്ചതമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള മാർഗദർശനത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മറിച്ച് ആള് കൂടെ ഉണ്ട്, ഞങ്ങളാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം, അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഹുങ്കിലാണ് പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ജനങ്ങളെ പറഞ്ഞു വിഡ്ഢികളാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ആളുകൾ, ഈ അനുയായികൾ ഇന്ന് അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനൊക്കെ വരെ സന്നദ്ധാവും. പക്ഷെ അന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ യൗമുസാഴത്തില് അവര് പറയുന്നത് ഇങ്ങനെയാണ്: പടച്ചോനെ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വലഅൻഹും ലഅനൻ കബീറ. അതിഭീകരമായ വിധത്തിൽ നീ അവരെ ശപിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ അനുയായികൾ അവരെ കുറിച്ച് പറയാൻ പോകുന്നത്. ജാഗ്രത ഈ കാര്യത്തിൽ ആവശ്യമില്ലേ? ഇന്ന് നമ്മളെ വലിയ ആകാശം മുട്ടേ വരുന്ന വലിയ കട്ടൗട്ടുകൾ ഉണ്ടാക്കി നമ്മളെ വലിയ വിഗ്രഹങ്ങൾ തന്നെ ആക്കി മാറ്റുന്ന അനുയായികളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിന്ന് വരും. പക്ഷെ ഈ അനുയായികളൊന്നും ഈ നേതാക്കന്മാർക്ക് ഉപകരിക്കാൻ പോകുന്നില്ല. ഈ നേതാക്കന്മാരെ പിൻപറ്റിയതിന്റെ പേരിൽ ഈ അനുയായികൾക്ക് എന്തെങ്കിലും ഇളവും ലഭിക്കാൻ പോകുന്നില്ല. ഇവര് തന്നെ നേതാക്കന്മാരെ ശപിച്ചുകൊണ്ട് ഞങ്ങളെ വഴിപഴപ്പിച്ച ഈ നേതാക്കന്മാർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ, അവരെ അതിഭീകരമായ വിധത്തിൽ തന്നെ ശപിക്കണേ എന്നൊക്കെയാണ് അവർ ആ ഘട്ടത്തിൽ പറയുണ്ടാവുക. അതുകൊണ്ട് അവർക്ക് വല്ല പ്രയോജനമുണ്ടോ? യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലുമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിൽ ഒരു ഘട്ടത്തിലും ഇതുപോലെയുള്ള ഒരു സംഭാഷണം നമുക്ക് കാണാൻ കഴിയും. അവിടെയും ആളുകള് അവരുടെ നേതാക്കന്മാരെയും പ്രമാണിമാരെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ചിലയിടത്ത് അള്ളാഹു എല്ലാവർക്കും ഉണ്ട് ഇരട്ടി ശിക്ഷ എന്നൊരു മറുപടിയും അള്ളാഹു നൽകുന്ന കാണാം. അതും വളരെ യുക്തിഭദ്രമായ ഒരു മറുപടിയാണ്. കാരണം ഈ ഞങ്ങളെ വഴിപഴപ്പിച്ച നേതാക്കന്മാരാണ്, അവരെയാണ് ഞങ്ങൾ പിൻപറ്റി പോയത് എന്ന് പറയുന്ന ആളുകളും അവർക്ക് അവസരം ഉണ്ടായപ്പോ കുറെ ആളുകളെ വഴിപഴപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് ഇരട്ടി ശിക്ഷ എന്നാണ് അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു അവരുടെ അടുത്ത് പറയുന്നത്. ഇവിടെ ആ മറുപടി നൽകപ്പെടുന്നില്ല, വേറെ വിഷയത്തിലേക്ക് പോവുകയാണ് പിന്നീട്. അപ്പോ ഈ സത്യനിഷേധികളുടെ, ഈ മുനാഫിഖുകളുടെ, അതുപോലെ മദീനയിൽ വലിയ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒക്കെ നടപടികളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ അത് അവരുദ്ദേശിച്ച ഫലം കാണാതെ ഇരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നതിനും ശല്യം ചെയ്യുന്നതിനും വേണ്ടിയായി ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണല്ലോ ഇവിടെ സാഹത്തിനെ കുറിച്ച്. അതിനുള്ള മറുപടിയാണ് അള്ളാഹുവിടെ നൽകിയിരിക്കുന്നത്. അപ്പോ അതെങ്ങനെയാണ്? പടക്കളത്തിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ
കൊഞ്ഞനം കാണിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ ഇവിടെ ഏറ്റുമുട്ടലില് പരാജയപ്പെടുമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരിഹസിക്കാനോ അല്ലെങ്കിൽ വില കുറച്ച് അവതരിപ്പിക്കാനോ ഒക്കെയുള്ള ശ്രമം ആളുകൾ നടത്തും. ഇത് പഴയ കാലം മുതൽ തന്നെ ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടില് ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പ് വല്ലതുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചാനൽ ചർച്ചകൾ വെറുതെ ഒന്ന് കേട്ടു നോക്കിയാൽ മതി. ആളുകളുടെ പ്രകൃതം എന്താണെന്ന് മനസ്സിലാക്കാൻ. തോറ്റാലും അവരെ വിഷം ഇറങ്ങൂല എന്ന് പറയുന്ന പോലെയുള്ള, അതുപോലെ ഒരാൾ പോലും കൂടെ ഇല്ലെങ്കിൽ പോലും ഇതിനൊന്നും ഒരു യുക്തിയുടെയോ ബുദ്ധിപരതയുടെയോ ഒരു തലവും ഉണ്ടാവില്ല. എന്നിട്ട് വളരെ അടിസ്ഥാനരഹിതമായ സംസാരം നടത്തി അങ്ങനെ അവര് അതിൽ താർക്കികന്മാരായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും കാണാൻ സാധിക്കുക. ഇത് ആളുകളുടെ ഒരു പ്രകൃതമാണ്. നിഷേധികളുടെ കാര്യത്തില് അള്ളാഹുവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു സംഗതിയും ഇതാണ്. അവര് സാഴത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഈ സാഴത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് അവർക്ക് എന്താ കാര്യം? അത് എപ്പോ ഉണ്ടാവുകയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഔട്ട്കം വളരെ പരിതാപകരമായിരിക്കും എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.